hospital and medical centers. നമസ്കാരം. ഇന്ന് 2026 ജനുവരി 12 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലോകത്തെ ഉയർന്ന സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫ് മേഖലയിൽ 1-ാം സ്ഥാനവും അറബ് ലോകത്ത് 2-ാം സ്ഥാനവും ബഹ്റൈൻ സ്വന്തമാക്കി. ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ വേൾഡ് ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2025 പ്രകാരമാണ് 165 രാജ്യങ്ങളുടെ പട്ടികയിൽ ബഹ്റൈൻ ഈ നേട്ടം കൈവരിച്ചത്. ബിസിനസ് നിയന്ത്രണങ്ങൾ എന്ന വിഭാഗത്തിൽ അറബ് ലോകത്ത് 1-ാമതെത്താനും രാജ്യത്തിനായി. ബിസിനസ് നിയന്ത്രണങ്ങൾ, സാമ്പത്തിക നയങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാര സ്വാതന്ത്ര്യം, ഗവൺമെന്റ് വലുപ്പം, നിയമവ്യവസ്ഥ എന്നീ 5 മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു വിലയിരുത്തൽ. ബഹ്റൈൻ്റെ കരുത്തുറ്റ സാമ്പത്തിക ചട്ടക്കൂടുകളുടെയും ദീർഘവീക്ഷണമുള്ള നയങ്ങളുടെയും പ്രതിഫലനമാണ് ഇതെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകബാങ്കിന്റെ ബിസിനസ് സ്റ്റഡി റിപ്പോർട്ടിലും ബഹ്റൈൻ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവച്ചു. പൊതുസേവനങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, തർക്കപരിഹാരം, കോർപ്പറേറ്റ് ഇൻസോൾവൻസി എന്നീ 4 മേഖലകളിൽ അറബ് രാജ്യങ്ങളിൽ ബഹ്റൈൻ 1-ാമതാണ്. കാര്യക്ഷമമായ റെഗുലേറ്ററി സംവിധാനങ്ങളും നിയമങ്ങൾ പാലിക്കുന്നതിലെ എളുപ്പവുമാണ് രാജ്യത്തെ ബിസിനസ് സൗഹൃദമാക്കുന്നത്. വിപണിയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഗവൺമെന്റിന്റെ നിരന്തര പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ റിപ്പോർട്ടുകൾ വിലയിരുത്തപ്പെടുന്നത്. ബഹ്റൈൻ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന ബുദയ്യയിലെ കർഷക ചന്ത 7-ാം വാരത്തിലും വൻ ജനപങ്കാളിത്തത്തോടെ സജീവമാകുന്നു. ബുദയ്യ ബോട്ടാണിക്കൽ ഗാർഡനിൽ ശനിയാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന വിപണിയിൽ നാടൻ പച്ചക്കറികൾ വാങ്ങാൻ നൂറുകണക്കിന് സ്വദേശികളും പ്രവാസികളുമാണ് എത്തുന്നത്. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിറ്റഴിക്കാനുള്ള പ്രധാന വേദിയാണിത്. പുതുമയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊപ്പം കുടുംബങ്ങൾക്കായി വിനോദ പഠന പരിപാടികളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്കായുള്ള കൃഷി പരിശീലനം, പ്ലാന്റിംഗ് എ ജാർ, വർക്ക്ഷോപ്പ്, മൃഗങ്ങളെ അടുത്തറിയാനുള്ള സൗകര്യം എന്നിവ സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. നാടൻ ഉൽപ്പന്നങ്ങളുടെ കുറഞ്ഞ വിലയാണ് വിപണിയുടെ പ്രധാന ആകർഷണം. പച്ചക്കറികൾക്ക് പുറമെ പ്രാദേശിക കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും വിപണിക്ക് മാറ്റുകൂട്ടി. പ്രാദേശിക കർഷകരെയും ചെറുകിട സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കർഷക ചന്ത ഉപഭോക്താക്കൾക്ക് മികച്ച ഔട്ട്ഡോർ വിനോദാനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വിപണിയുടെ പ്രവർത്തന സമയം. DP വേൾഡ് ICC പുരുഷ T20 ലോകകപ്പ് ട്രോഫി പര്യടനത്തിന് ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലുമായി സഹകരിച്ച് ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ സംഘടിപ്പിച്ച പര്യടനം വിദ്യാർത്ഥികളിൽ കായികാവേശം പകർന്നു. പുതുതലമുറയിലെ കായിക പ്രതിഭകളെയും ആരാധകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ട്രോഫി ക്യാമ്പസിലെത്തിച്ചത്. പ്രോജക്ട് ലീഡ് ജോസഫ് മാർട്ടിസ്, BCF എക്സിക്യൂട്ടീവുകൾ എന്നിവരടങ്ങിയ സംഘത്തെ സ്കൂൾ ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. സ്കൂൾ സെക്രട്ടറി V രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളായ മിഥുൻ മോഹൻ, ബിജു ജോർജ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരും സ്കൂൾ ക്രിക്കറ്റ് ടീം അംഗങ്ങളും ട്രോഫിയെ വരവേറ്റു. ഇത്തരത്തിലുള്ള ആഗോള കായിക പര്യടനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമാണെന്നും ഒത്തൊരുമയും അച്ചടക്കവും വളർത്താൻ ഇത് സഹായിക്കുമെന്നും സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അഭിപ്രായപ്പെട്ടു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ അംഗങ്ങളുടെ മക്കളിൽ 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയവർക്കായി ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷൻ എക്സലൻസ് 2025 അവാർഡുകൾ വിതരണം ചെയ്തു. ബഹ്റൈനിലും കേരളത്തിലുമായി പഠിച്ച 32 വിദ്യാർത്ഥികളാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്രിസ്റ്റൽ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് KG ബാബുരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പളനിസ്വാമി, ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബഹ്റൈനിൽ പഠിച്ച കുട്ടികൾ നേരിട്ടും നാട്ടിൽ പഠിച്ചവരുടെ രക്ഷിതാക്കളും അവാർഡുകൾ ഏറ്റുവാങ്ങി. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതവും ട്രഷറർ മനോജ് ജമാൽ നന്ദിയും രേഖപ്പെടുത്തി. അവാർഡ് കമ്മിറ്റി കൺവീനർ അനിൽകുമാർ ആമുഖ പ്രസംഗം നടത്തി. ചിൽഡ്രൻസ് പാർലമെന്റ് അംഗങ്ങളായ നിവേദ്യ വിനോദ്, ജസീക പ്രിൻസ് എന്നിവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു. സംഘടനയുടെ വിവിധ വിഭാഗം ഭാരവാഹികളും യൂണിറ്റ് ഹെഡുകളും പരിപാടിക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ സൗഹൃദ കൂട്ടായ്മയായ VR1 പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു.
MCMA ഹാളിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ നേതൃത്വം നിലവിൽ വന്നത്. ഷിഹാബ് കർഗപുത്തൂരിനെ രക്ഷാധികാരിയായും ഇസ്മായിൽ ദുബായ് പടിയെ ഗ്രൂപ്പ് കോർഡിനേറ്ററായും തിരഞ്ഞെടുത്തു. ഷഫീൽ യൂസഫ്, ഹക്കീം കണ്ണീർ, റഫീഖ് തയ്യൽ, നാസർ ഹലീമാസ്, ആഷിഖ് അൽ റബീഹ്, മുജൂസ് മുന്ന, അരുൺ ചന്ദ്രൻ, അൻവർ നീലഗിരി എന്നിവരെയും ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ലേഡീസ് വിംഗ് അഡ്മിന്മാരായി മുബീന മൻഷീർ, മുഫീദ മുജീബ്, ഗീതു സതീഷ് എന്നിവരെയും ലേഡീസ് വിംഗ് കോർഡിനേറ്റർമാരായി ഹൈറു റസാഖ്, റമീന നാസർ എന്നിവരെയും യോഗം ചുമതലപ്പെടുത്തി. യോഗത്തിൽ ജസീൽ കാപ്പാട്, അഫ്സൽ അബ്ദുള്ള എന്നിവർ ആശംസകൾ നേർന്നു. ആബിദ് താനൂർ നന്ദി രേഖപ്പെടുത്തി. സൽമാബാദ് നിവാസികൾക്കായി ഒരുമ എന്ന പേരിൽ പുതിയ പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചു. അതിഥി റെസ്റ്റോറന്റിൽ നടന്ന പുതുവത്സര കുടുംബ സംഗമത്തിലാണ് സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. അൽഹിലാൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ബിനു, ഡോക്ടർ എൽദോ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സൽമാബാദിൽ താമസിക്കുന്ന പ്രവാസികൾക്കിടയിൽ സൗഹൃദവും സഹകരണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രാദേശിക കൂട്ടായ്മ രൂപീകരിച്ചത്. വിജേഷ് കുന്നുമ്മൽ, ശ്രീനേഷ്, സുനിൽകുമാർ, വിജേഷ്, പ്രദീപൻ, ശ്രീജേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സന്തോഷ് കൊമ്പിലാത്ത് അവതാരകനായ ചടങ്ങിൽ സൽമാബാദിലെ പ്രാദേശിക ഗായകർ അവതരിപ്പിച്ച ഗാനമേള സന്ദർശകർക്ക് ആസ്വാദ്യകരമായി. പ്രവാസി കുടുംബങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിൽ ജിജോയ് നന്ദി രേഖപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ തുമ്പക്കുടം ബഹ്റിൻ സൗദി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും മെഡിക്കൽ പരിശോധനയും നടത്തി. തുമ്പമൺ സെന്റ് മേരീസ് ഭദ്രാസന ദേവാലയത്തിലെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് തുമ്പമൺ MGUPU സ്കൂളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആന്റണി MP മെഡിക്കൽ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നേത്രചികിത്സയ്ക്കും തിമിര രോഗനിർണയത്തിനും പുറമെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്കുള്ള സൗജന്യ പരിശോധനകളും ക്യാമ്പയിന്റെ ഭാഗമായി നടന്നു. ഇടവക വികാരി ഫാദർ ജിജി സാമുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹവികാരി ഫാദർ ലിജിൻ എബ്രഹാം സ്വാഗതം ആശംസിച്ചു. തുമ്പമൺ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി, ഫാദർ കോശി ജോർജ് ചിറയത്ത്, ഫാദർ അജിൻ, ഫാദർ ജോഷ്വ, ഇടവക സെക്രട്ടറി സാംകുട്ടി PG എന്നിവർ ആശംസകൾ നേർന്നു. തുമ്പമൺ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ സൗദി ചാപ്റ്ററിനു വേണ്ടി റെന്നി അലക്സ് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. IYCC ബഹ്റിന്റെ 2026-2027 വർഷത്തെ ദേശീയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ജനുവരി 16 വെള്ളിയാഴ്ച നടക്കും. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് ഹാളിൽ വൈകിട്ട് 5 മണിക്കാണ് തിരഞ്ഞെടുപ്പ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. 9 ഏരിയകളിൽ നിന്നായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പുതിയ ദേശീയ നേതൃത്വത്തെ കണ്ടെത്തുക. കഴിഞ്ഞ 13 വർഷമായി ബഹ്റൈനിലെ പ്രവാസി മലയാളികൾക്കിടയിൽ സജീവമായ IYCC രാഷ്ട്രീയത്തിനപ്പുറം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങൾ, യാത്രാനിരക്ക് വർധന തുടങ്ങിയ വിഷയങ്ങളിലെ ഇടപെടലുകൾക്ക് പുറമെ ഭവന പദ്ധതി, രക്തദാന ക്യാമ്പുകൾ, നിയമസഹായം എന്നിവയും സംഘടന നടത്തിവരുന്നു. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതോടെ പ്രവാസി ക്ഷേമത്തിനായി കൂടുതൽ വിപുലമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂട്ട് എന്നിവർ അറിയിച്ചു. തണുപ്പ് കാലത്ത് പ്രവാസികൾക്ക് ആശ്വാസമേകാൻ ലക്ഷ്യമിട്ട് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ബീറ്റ് ദി കോൾഡ് 2026 സംരംഭം ശ്രദ്ധേയമാകുന്നു. പദ്ധതിയുടെ ഭാഗമായി മനാമ, സിഞ്ച്, അസ്കർ എന്നീ പ്രദേശങ്ങളിലെ വിവിധ തൊഴിലിടങ്ങളിൽ വിതരണം നടത്തി. പുരുഷ വനിതാ തൊഴിലാളികൾക്ക് ആവശ്യമായ പുതപ്പുകൾ, അത്താഴ പാക്കറ്റുകൾ, ബിസ്ക്കറ്റുകൾ, പഴങ്ങൾ, കുടിവെള്ളം എന്നിവയാണ് വിതരണം ചെയ്തത്. കഠിനമായ തണുപ്പിനെ നേരിടാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നതിനൊപ്പം അവർക്ക് ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ വിതരണ പരിപാടികൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റിനിലെ പ്രമുഖ പ്രവാസി സംഘടനയായ കുടുംബ സൗഹൃദ വേദിയുടെ 29ാം വാർഷികാഘോഷത്തിന്റെയും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെയും പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഓറ ആർട്സിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ മനോജ് മയ്യന്നൂരിന് നൽകിക്കൊണ്ട് സംഘടനയുടെ ആക്ടിംഗ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, ജനറൽ സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ എന്നിവർ ചേർന്നാണ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചത്. ജനുവരി 22 വൈകിട്ട് 7 മണി മുതൽ ഓറ ആർട്സിൽ വച്ചാണ് വാർഷികാഘോഷ പരിപാടികൾ അരങ്ങേറുന്നത്. വിവിധയിനം കലാപരിപാടികൾ, ആഘോഷത്തിന്
മാറ്റുകൂട്ടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ രക്ഷാധികാരി അജിത് കണ്ണൂർ, ട്രഷറർ മണിക്കുട്ടൻ ജി, ജനറൽ കൺവീനർ മനോജ് പിലിക്കോട്, ഭാരവാഹികളായ ജയേഷ് താന്നിക്കൽ, സജി ചാക്കോ, അജിത് ഷാൻ, സയ്യദ് ഹനീഫ്, ഷാജി പുതുക്കുടി, മനു ആർ, സുനിൽ തോമസ് എന്നിവർ പങ്കെടുത്തു. ദീർഘകാലം ബഹ്റൈൻ പ്രവാസിയായിരുന്ന ഇരിങ്ങാലക്കുട ഊരകം സ്വദേശി തെറ്റയിൽ കൊടകരക്കാരൻ അന്തോണി തോമസ് അന്തരിച്ചു. ബഹ്റൈൻ റോയൽ കോർട്ടിലെ മുൻ ജീവനക്കാരനായിരുന്ന അദ്ദേഹം ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ബഹ്റൈനിലെ സാമൂഹിക ആത്മീയ മേഖലകളിൽ സജീവമായിരുന്ന അദ്ദേഹം അവാലി കത്തോലിക്ക മലയാളം കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്ററായും മികച്ച സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊച്ചു ത്രേസ്യയാണ് പത്നി. മക്കൾ സിൻഡോ, സിജോ, സിനോജ്, സിമി, സിനി. രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില കുറയുമെന്നും തണുപ്പ് വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജനുവരി 14 ബുധനാഴ്ച മുതൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെയാണ് കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുക. അടുത്ത ആഴ്ച വരെ ഈ സ്ഥിതി തുടർന്നേക്കും. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കാറ്റ് അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ചിലയിടങ്ങളിൽ പൊടിക്കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസിനും 13 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെങ്കിലും കാറ്റിന്റെ സ്വാധീനം മൂലം കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് രാത്രിയിലും പുലർച്ചെയും തണുപ്പ് കടുക്കും. കടലിൽ പോകുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള കാലാവസ്ഥാ അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.